ഹായ്. അപ്പോൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ലിങ്കിങ്ങിനും പറയാനുള്ളത്. ലിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാൽക്കുലേഷൻ ഫുള്ള് തെറ്റും. അപ്പോൾ ആക്ടിവിറ്റി ലിങ്ക് ചെയ്യാൻ നേരം നമുക്ക് ആക്ച്വലി ഷെഡ്യൂളിൽ ടൈം ടേക്കിംഗ് പ്രോസസ്സിൽ ഒന്നാണ് ആക്ടിവിറ്റി ലിങ്കിങ്. നമ്മൾ ഓരോ ആക്ടിവിറ്റി കുത്തിയിരുന്ന് ലിങ്ക് ചെയ്യണം. ചില ആക്ടിവിറ്റിക്ക് മൾട്ടിപ്പിൾ ലിങ്ക്സ് കാണും, മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ലിങ്കിങ് കാണും. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് തന്നെ ചിലപ്പം ഒന്നിലധികം ആക്ടിവിറ്റീസിലേക്ക് ലിങ്ക് കൊടുക്കേണ്ടി വരും. അതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. സോ ലിങ്കിങ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ഷെഡ്യൂൾ പ്രിന്റ് ചെയ്തിട്ട് ആ പ്രിന്റിൽ തന്നെ ലിങ്ക്സ് എഴുതിയിടുക. അപ്പോൾ നമുക്ക് അത് നോക്കി പെട്ടെന്ന് ഇടാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ലിങ്കിങ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയാവുന്ന ഒരാളെ നമ്മളെ കൂടെ ഇരുത്തിയിട്ട്, ഐ മീൻ സൈറ്റിലുള്ള ആൾ ഏത് കഴിഞ്ഞ് ഏത് അങ്ങനെയുള്ള ഇൻഫർമേഷൻ കൂടെ ഇരുത്തിയിട്ട് അത് ചെയ്യുക. ബട്ട് അതൊക്കെ ഒരാളെ കൂടെ ഇരുത്തി ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ സിറ്റുവേഷനിലും നടക്കുന്ന കാര്യമല്ല. അവർക്കൊക്കെ സൈറ്റിൽ വർക്ക് കാണും. ലിങ്കിങ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അത് ഏതെങ്കിലും രീതിയിൽ നമ്മളതിലാക്കുക. ഒന്നെങ്കിൽ പ്രിന്റ് ചെയ്തിട്ട് അതിൻ്റെ അത് എഴുതിയെല്ലാം വെക്കുക, സൈറ്റിലൊക്കെ പോയി കളക്ട് ചെയ്തിട്ട് എന്നിട്ട് ഓഫീസിൽ വന്നിരുന്നിട്ട് ലിങ്ക് ചെയ്യുക. ലിങ്കിങ്ങിനെ പറ്റി പറയാൻ പിന്നെ നമ്മൾ പ്രൈമറിയിൽ കുറേ ഷോർട്ട് കട്ട്സ്, ലൈക്ക് ഇപ്പം കുറേ ആക്ടിവിറ്റിക്ക് കുറേ ലിങ്കിങ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ FS ഫിനിഷ് ടു സ്റ്റാർട്ട് റിലേഷൻ ആണ്. കുറേ എണ്ണത്തിന് ഒരുമിച്ചെങ്കിൽ നമുക്ക് ആ ആക്ടിവിറ്റി എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും FS റിലേഷൻഷിപ്പ് അങ്ങ് വീണോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ലിങ്കിങ് പ്രോസസ്സ് എളുപ്പമാക്കാം. പക്ഷേ ആ രീതിയിൽ വന്നാൽ മാത്രം എളുപ്പമാക്കാനുള്ള കുറച്ച് പ്രോസസ്സാണ്. നമുക്ക് ആക്ച്വലി എക്സൽ വഴിയിട്ടും ലിങ്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രൈമവേറ വഴി തന്നെ ലിങ്ക് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. സോ ഇതാണ് ലിങ്കിങ്ങിനെ പറ്റി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.